ആ നിമിഷം അപ്പുവേട്ടൻ്റെ മുഖത്ത് അത്ഭുതമായിരുന്നു. എൻ്റെ ആ വെളിപ്പെടുത്തൽ നിന്ന് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവിടെ ഇരിക്കുന്ന മറ്റാരുടെയും മുഖത്തേക്ക് നോക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മുഖം മുഴുവൻ അപ്പുവേട്ടൻ്റെ മുഖത്തേക്ക് തന്നെയായിരുന്നു. ആ മുഖത്തെ ഭാവമാറ്റങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു ഞാൻ. എവിടെയൊക്കെയോ മുഖത്തൊരു സന്തോഷം തന്നില്ലേ എൻ്റെ തുറന്നു പറച്ചിൽ. എവിടെയൊക്കെയോ ഒരു സന്തോഷം അനുഭവിക്കുന്നില്ലേ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിരുന്നു. മാളു, അമ്മ ശാസനയോട് വിളിച്ചപ്പോഴാണ് എനിക്ക് സ്ഥലകാലബോധം വന്നതെന്ന് പറയാം. പെട്ടെന്ന് ഞാൻ അച്ഛൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. അച്ഛനും ഞെട്ടിയിരിക്കുകയാണെന്ന് ആ മുഖഭാവം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പിന്നീട് മധുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതൊക്കെ സത്യമാണോ ഇവൾ പറയുന്നതെന്ന രീതിയിലാണ് അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം. ബാക്കി എല്ലാവരുടെയും മുഖത്ത് അപ്പോഴും അത്ഭുതമായിരുന്നു. അമ്പരപ്പോടെ എന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. കിരണേട്ടൻ്റെ മുഖത്തും അത്ഭുതം തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. അപ്പുവേട്ടൻ്റെ മുഖത്ത് മാത്രം വിവരിച്ചെടുക്കാൻ കഴിയാത്തൊരു ഭാവം. എന്തൊക്കെയാ മോള് പറയുന്നത്? അവസാനം മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് രവിയങ്കിള് ചോദിച്ചു. അപ്പുവിനെ പറ്റി മോൾക്ക് എല്ലാം അറിയാമല്ലോ അങ്കിൾ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. ഒരു വിധത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. അപ്പോഴും അച്ഛൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നത് നിസ്സഹായത തന്നെയായിരുന്നു. ഒരു വേള അപ്പോൾ മാത്രം എനിക്കൊരു വേദന തോന്നിയിരുന്നു. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ മാളു നീ? അമ്മ സഹി കെട്ട് എന്നെ ശാസിക്കാൻ തുടങ്ങി. ബന്ധുവീടാണ്. ബന്ധം തുടങ്ങിയ കുറച്ച് ദിവസമായപ്പോൾ തന്നെ ഒരു കല്ലുകടി ഉണ്ടാകുന്നത് ശരിയല്ലെന്ന് കരുതിയിട്ടായിരിക്കാം. ഒരുപക്ഷെ സംയമനം പാലിച്ച് നിന്നതാകാം അമ്മ. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇതിന് മറുപടി പറയുന്നത്. കയ്യിൽ പിടിച്ച് മുഖത്തടിച്ചായിരിക്കും അമ്മ മറുപടി പറയുന്നത്. എങ്കിലും ഞാൻ സംഭരിച്ച ധൈര്യം ഒട്ടും ചോരാതെ പറഞ്ഞു. എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നത്? എന്നോട് കിരണേട്ടനെ വിവാഹം കഴിക്കുന്നതിന് അഭിപ്രായം ചോദിച്ചു. ഞാൻ എൻ്റെ മനസ്സിലുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞു. അല്ലാതെ അപ്പുവേട്ടനെ വിവാഹം കഴിച്ച് തരണമെന്നും ഞാൻ വാശി പിടിച്ചില്ലല്ലോ. എല്ലാവരും കിരണേട്ടനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആളിനെ പറ്റി ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അതിനുള്ള അവകാശം എനിക്കില്ലേ? അമ്മയോട് അങ്ങനെയൊക്കെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ നിറയെ അത്ഭുതമായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും നേരെ നിന്ന് സംസാരിക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു പെൺകുട്ടിയാണ് ഞാൻ. സ്വന്തം അഭിപ്രായങ്ങളും നിലപാടുകളും മനസ്സിൽ മാത്രം ഒതുക്കിയിരുന്നവൾ. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായത്? പ്രണയം ഒരു വല്ലാത്ത മാന്ത്രികതയാണല്ലോ. ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ അത് നമ്മളെ ധൈര്യശാലികളാക്കും. മറ്റു ചിലപ്പോൾ വെറും നിസ്സഹായരും. വേറെ ചിലപ്പോൾ വെറും കോമാളികളുമാക്കും. മോളി പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷേ രവിയങ്കിൾ പറഞ്ഞു. അച്ഛൻ നിർത്തുന്നുണ്ടോ? പെട്ടെന്ന് അപ്പുവേട്ടൻ്റെ ശബ്ദമാണ് അവിടെ ഉണ്ടായിരുന്ന മൗനങ്ങളെല്ലാം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നത്. ആ നിമിഷം എനിക്ക് ആളുടെ മുഖത്തേക്ക് നോക്കാൻ ധൈര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ആളുടെ മുഖത്തേക്ക് നോക്കി തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷെ ഒരിക്കൽ പോലും എൻ്റെ നേരെ നോക്കാനുള്ള ധൈര്യം ആൾക്കുണ്ടായില്ലെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ആ കുട്ടിയുടെ മനസ്സിൽ തോന്നി എന്തോ ഒരു താല്പര്യം തുറന്നു പറഞ്ഞു. ഉടനെ എല്ലാവരും കൂടി അതിൻ്റെ പിന്നാലെ ഇങ്ങനെ സംസാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊരു തമാശയായി കാണേണ്ടതിന് പകരം മാളവിക, തൻ്റെ മനസ്സിലുള്ള ഇഷ്ടത്തെ മാനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. എൻ്റെ മനസ്സിൽ തന്നോട് ഒരിക്കൽ പോലും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇനി ഒരിക്കലും തോന്നാൻ പോകുന്നുമില്ല. ഇത്ര ആളുകളുടെ മുൻപിൽ വെച്ച് തൻ്റെ വീട്ടുകാരെ മുഴുവൻ വിട്ടിയാക്കി താൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ പാടില്ലായിരുന്നു. അത്രയും പറഞ്ഞ് ആൾ അകത്തേക്ക് കയറിപ്പോയപ്പോൾ മാത്രമാണ് ഞാൻ തോറ്റുപോയെന്ന് എനിക്ക് തോന്നിയത്. ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് എൻ്റെ മനസ്സ് ഞാൻ തുറന്നു പറഞ്ഞിട്ടും അപ്പുവേട്ടനത് മനസ്സിലായില്ല. എൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ ഇപ്പോഴും അപ്പുവേട്ടന് കഴിഞ്ഞില്ലല്ലോ. എൻ്റെ ഇഷ്ടം ഞാൻ അപ്പുവേട്ടനോട് തുറന്നു പറഞ്ഞിട്ടും ആളെന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. എങ്ങനെയാണ് ഈ മനുഷ്യന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത്? ആ നിമിഷം പച്ചയ്ക്ക് എന്നെ കത്തിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് എൻ്റെ ഇഷ്ടത്തെ തള്ളിപ്പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അപ്പുവേട്ടന്? ഇത്ര നാളും അപ്പുവേട്ടനോട് തോന്നിയ സ്നേഹം മുഴുവൻ ആ നിമിഷം എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യമായി തോന്നി. അന്ന് തിരിച്ചെന്നെ എരിക്കുന്നതായി എനിക്ക് തോന്നി. മാധവ, നിസ്സഹായതയോടെ രവിയങ്കിൾ വിളിച്ചപ്പോഴും അച്ഛനൊന്നും മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ അമ്മയുടെ മുഖത്ത് ആശ്വാസമായിരുന്നു. അത് അപ്പുവേട്ടൻ്റെ വെളിപ്പെടുത്തൽ കൊണ്ടാണെന്ന് എനിക്കറിയായിരുന്നു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ രവി. അച്ഛൻ മറ്റൊന്നും ചോദിക്കാതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും വിഷമമായിരുന്നു. എന്താ മാധവ ഇത്? കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് പോവാം. ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പോയാൽ ഞങ്ങൾക്ക് സങ്കടമാവും. വരൂ, ഭക്ഷണം കഴിക്കാം. സുമിത്ര ആൻറ്റി രംഗം ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി വിളിച്ചു. വാ മോളെ, എൻ്റെ കൈകളിൽ പിടിച്ചു പറഞ്ഞു. എനിക്ക് വേണ്ട ആൻറ്റി. വേണ്ടെങ്കിൽ കഴിക്കണ്ട. അമ്മ ദേഷ്യത്തോട് അത്രയും പറഞ്ഞ് അച്ഛനൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ അച്ഛനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അച്ഛനത് ചെയ്തില്ല. അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായി തോന്നിയത്.
ഇത്രയുമൊക്കെ ഞാൻ മനസ്സ് തുറന്നിട്ടും എല്ലാവരുടെയും മുൻപിൽ വെച്ച് എന്നെ തള്ളി പറഞ്ഞ അപ്പുവേട്ടനോട് 2 വാക്ക് പറയാതെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നി. എല്ലാവരും ഭക്ഷണത്തിൻ്റെ തിരക്കുകളിൽ മുഴുകിയപ്പോൾ ഞാൻ അപ്പുവേട്ടൻ്റെ മുറിയിലേക്കാണ് ചെന്നത്. 2 പ്രാവശ്യം ഡോറിൽ കൊട്ടിയതിനു ശേഷമാണ് വാതിൽ തുറന്നത്. മുൻപിൽ എൻ്റെ കണ്ടതും ഒന്ന് അമ്പരന്നുവെന്ന് മനസ്സിലായി. എന്താണ്? ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ മറുപടി ഒന്നും പറയാതെ അകത്തേക്ക് കയറി വാതിൽ ചാരി. ശേഷം അപ്പുവേട്ടൻ്റെ നേർക്ക് തീ പാർന്നൊരു നോട്ടം മാത്രമായിരുന്നു ആദ്യമായി നൽകിയത്. എൻ്റെ കണ്ണുകളെ അഭിമുഖീകരിക്കാൻ ആൾ ബുദ്ധിമുട്ടുന്ന പോലെ എനിക്ക് തോന്നി. അപ്പുവേട്ടൻ്റെ മനസ്സിലാക്കാൻ ഞാൻ ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല അല്ലേ? എൻ്റെ ഇഷ്ടം ഒരിക്കൽ പോലും ഞാൻ എന്നോട് തുറന്നു പറഞ്ഞിട്ടില്ല അല്ലേ? എൻ്റെ ചോദ്യങ്ങൾ അപ്പുവേട്ടന് നേരെ ഉയർന്നു. മാളവിക പ്ലീസ്, എൻ്റെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ല. ദയവ് ചെയ്ത് ഈ മുറിക്ക് പുറത്തു പോകണം. ഇല്ല, എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതെ ഞാൻ പുറത്തു പോവില്ല. അപ്പോഴേക്കും എൻ്റെ ശബ്ദം ഇടറി തുടങ്ങിയിരുന്നു. അപ്പുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടില്ലേ അപ്പുവേട്ടൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് എൻ്റെ രൂപമായിരുന്നു എന്ന്? അന്ന് അറിയാതെ എൻ്റെ കവിളി മുത്തിയില്ലേ? അപ്പുവേട്ടൻ്റെ ഗാനത്തിനൊത്ത് ഞാൻ നൃത്തം കളിച്ചതും ഒടുവിൽ പാട്ടിലൂടെ ഞാൻ എൻ്റെ മനസ്സ് പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഏട്ടൻ എനിക്ക് കരിവള വാങ്ങി തന്നിട്ടില്ലേ? അപ്പോഴൊക്കെ എന്നോട് ഇഷ്ടമില്ലായിരുന്നോ? വർഷങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിലെ ഇഷ്ടം അതേ മികവോടെ ഉണ്ടെങ്കിൽ തന്നെ വേണ്ടതൊക്കെ അപ്പുവേട്ടൻ ചെയ്തോളാമെന്ന് എന്നോട് ഉറപ്പ് പറഞ്ഞിട്ടില്ലേ? എന്നിട്ടാണോ അപ്പുവേട്ട എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ അപ്പുവേട്ടൻ തന്നെ എന്നെ തള്ളി പറഞ്ഞത്? അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകിയിരുന്നു. അത് കാണേ ആൾക്കും വേദന തോന്നിയെന്ന് തോന്നി. അപ്പുവേട്ടന് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇത്രയൊക്കെ അകറ്റി നിർത്തിയിട്ടും ഇങ്ങനെ പിറകെ നടക്കുന്നത്? അപ്പുവേട്ടൻ പോലും അറിയാതെ സംഭവിച്ചൊരു കാരണം കൊണ്ട് എന്നെ ഒഴിവാക്കുന്നത് ശരിയാണോ? അപ്പുവേട്ടൻ പോലും അറിയാത്ത ഏട്ടൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരവസ്ഥ, അതിൻ്റെ പേരിൽ അകറ്റി നിർത്തല്ലേ? എനിക്കത് പ്രശ്നമല്ലെന്ന് എത്ര വട്ടം ഞാൻ അപ്പുവേട്ടനോട് പറഞ്ഞു. എനിക്ക് അപ്പുവേട്ടനെ അല്ലാതെ മറ്റാരും സ്നേഹിക്കാൻ ജീവിതത്തിൽ കഴിയില്ല. എന്നെ ഇങ്ങനെ തളർത്തി കളയല്ലേ അപ്പുവേട്ട. വേറെ ആരെയും സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഒരിക്കലും അപ്പുവേട്ടനില്ലാതെ മറ്റൊരു ജീവിതം അതെനിക്ക് കഴിയില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം അപ്പുവേട്ടനെ ചേർത്തുള്ളതായിരുന്നു. അപ്പുവേട്ടന് വേണ്ടി മാത്രമായിരുന്നു എത്ര കാലവും കാത്തിരുന്നത് പോലും. എൻ്റെ പ്രൊഫഷൻ പോലും അപ്പുവേട്ടൻ്റെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തതാണ്. ഇപ്പം എൻ്റെ ഇഷ്ടം തൊട്ടടുത്തുണ്ടായിട്ടും ഈ ഒരവസ്ഥയുടെ പേരിൽ നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എനിക്ക് നിങ്ങളോട് തോന്നിയത് ഒരു ഭ്രമമായിരുന്നില്ല, അടങ്ങാത്ത പ്രണയമാണ്. പക്ഷെ എനിക്കറിയില്ല നിങ്ങളോട് ഇനി ഏത് രീതിയിലാണ് ഞാനത് പറഞ്ഞു മനസ്സിലാക്കേണ്ടതെന്ന്. പറ അപ്പുവേട്ട, എൻ്റെ മുഖത്ത് നോക്കി പറ. ഒരിക്കൽ പോലും അപ്പുവേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്, എന്നെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. ആളുടെ ഷർട്ടിൻ്റെ കോളിൽ കുത്തിപ്പിടിച്ച് സമനില വിട്ടതുപോലെ ഞാൻ പുലമ്പി. ഞാൻ ചോദിച്ചപ്പോൾ അപ്പുവേട്ടൻ്റെ കണ്ണുകളിലും ചുവപ്പ് രാശി പടർന്നു. ഞാൻ കണ്ടതും ഒരു വേള ഞാൻ വല്ലാതായിപ്പോയി. പറ, എന്നെ ഇഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി പറ. ആ നാവിൽ നിന്ന് എനിക്ക് കേൾക്കണം. ആ മുഖത്തേക്ക് നോക്കി ഞാനത് ചോദിച്ചതും അപ്പുവേട്ടൻ മൗനമായി നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചെറിയൊരു കുളിര് പടരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പറ അപ്പുവേട്ട. അത് പറഞ്ഞ് വേദനയോടെ അറിയാതെ ഞാൻ ആ നെഞ്ചിലേക്ക് ചേർന്ന് പോയിരുന്നു. ഒരു കൈകൊണ്ട് ആളെന്നെ തലോടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും അതുണ്ടായില്ല. എന്നിട്ടും അടർന്നു മാറാൻ ഞാൻ ശ്രമിച്ചില്ല. പല പ്രാവശ്യം അടർത്തി മാറ്റാൻ അപ്പുവേട്ടൻ നോക്കിയെങ്കിലും ഞാൻ ശക്തമായി അപ്പുവേട്ടൻ്റെ പുറത്തുകൂടി അപ്പുവേട്ടനെ വട്ടം പിടിച്ച് ആ നെഞ്ചിൽ തന്നെ ചേർന്നിരുന്നു. മാളു പ്ലീസ്, ഇടറിയ ശബ്ദത്തോടെ അപ്പുവേട്ടനത് പറഞ്ഞ് എന്നെ ആ ശരീരത്തിൽ നിന്നും അകറ്റി മാറ്റാൻ ശ്രമിക്കുമ്പോഴും ഞാൻ മാറില്ലെന്ന് പിടിവാശിയോട് അവിടെ തന്നെ നിന്നു. ഒരിക്കലും അപ്പുവേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് പറയാതെ പറയുന്നത് പോലെ. എന്നെ ഇഷ്ടമല്ലെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയാതെ ഞാൻ പോവില്ല. ഇപ്പം ഏട്ടൻ്റെ ഹൃദയത്തിൽ നിന്നൊരു വിളി വന്നില്ലേ മാളൂന്ന്? എനിക്കറിയാം ഉള്ളിനുള്ളിൽ എന്നെ അപ്പുവേട്ടൻ സ്നേഹിക്കുന്നുണ്ട്. ഞാനല്ലാതെ മറ്റാരും ഈ മനസ്സിലുണ്ടാവില്ല. പിന്നെ അപ്പുവേട്ടൻ തന്നെ എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് എനിക്കറിയാം. പെട്ടെന്നാണ് മുറി തുറക്കപ്പെട്ടത്. പെട്ടെന്ന് അപ്പുവേട്ടൻ്റെ മുഖം മാറുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത്. ആള് പെട്ടെന്ന് എന്നെ നെഞ്ചിൽ നിന്ന് ശക്തമായി പിടിച്ചു മാറ്റി. ആ ഇടനെഞ്ചിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കണ്ണു തുറന്ന് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ സുമിത്ര ആൻറ്റി ആയിരുന്നു. ഒരു നിമിഷം ആൻറ്റിയും എന്തു പറയണമെന്നറിയാതെ വല്ലാതെ നിന്നുപോയിരുന്നു. പെട്ടെന്നാണ് ദേഷ്യത്തോടെയുള്ള അമ്മയുടെ മുഖം കണ്ടത്. അമ്മയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വല്ലാതെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെന്ന്. മാളു, ഇങ്ങോട്ട് വരുന്നുണ്ടോ നീ? എന്നെ ശക്തമായി അപ്പുവേട്ടൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വലിച്ചുകൊണ്ടാണ് അമ്മ അത് പറഞ്ഞത്. അപ്പോഴും അപ്പുവേട്ടൻ്റെ മുഖത്ത് വേദനയായിരുന്നു. ഉമ്മേ,
സുമിത്ര എന്തോ പറയാൻ വന്നതും അമ്മ അത് കേൾക്കാൻ നിൽക്കാതെ എന്നെ വലിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണിൽ അപ്പോഴും നിസ്സഹായനായി നിൽക്കുന്ന അപ്പുവേട്ടൻ്റെ മുഖം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മാധവേട്ട, നമുക്ക് പെട്ടെന്ന് പോവാം. അച്ഛനോട് അമ്മ അത്രയും പറഞ്ഞ് എന്നെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും മനസ്സിലാകാതെ അച്ഛൻ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ രവിയങ്ങളിനോട് എന്തോ പറഞ്ഞിട്ട് അച്ഛൻ പോകാനായി ഇറങ്ങി. അപ്പോഴാണ് എൻ്റെ നേരെയുള്ള മധുവിൻ്റെ നോട്ടം ഞാൻ കണ്ടത്. ഞാൻ ഓടി അമ്മയുടെ കൈ ബലത്തോട് വിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞു. അത്രയും നേരം നീണ്ടു നിന്ന എൻ്റെ വിഷമങ്ങൾക്കെല്ലാം അവളുടെ ഒരു തലോടൽ മാത്രം മതിയായിരുന്നു പരിഹാരം. നീ വിഷമിക്കണ്ട, ഞാൻ വീട്ടിലേക്ക് വരാം, നമുക്ക് നാളെ സംസാരിക്കാം. അത്രയും അവൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ആശ്വാസം ചെറുതായിരുന്നില്ല. പോകും മുൻപ് അച്ഛൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് തന്നെയാണ് ഇറങ്ങിയത്. വീട്ടിലേക്കുള്ള യാത്രയിൽ അച്ഛൻ മൗനമായിരുന്നു. അമ്മ ഒന്നും അച്ഛനോട് പറഞ്ഞില്ല. പൊന്നെ പൊടിയെന്ന് പറഞ്ഞ് വളർത്തിയത് സ്വബോധമില്ലാത്ത ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനല്ലേ? എങ്കിൽ പിന്നെ ഒരു കല്ല് കെട്ടി കാലി കൊണ്ട് തള്ളിയാൽ പോരെ? അമ്മ പദം പറഞ്ഞ് കരയാൻ തുടങ്ങി. എന്നിട്ടും അച്ഛൻ്റെ മൗനമായിരുന്നു എൻ്റെ വേദന. അമ്മ, ഇനി ഇങ്ങനെ പറയാതെ, ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുക. ഇതിലും നല്ലത് നീ മരിക്കുന്നത് തന്നെയായിരുന്നു ഉമ്മേ. അപ്പോൾ മാത്രം അച്ഛൻ ഒന്ന് സംസാരിച്ചു. പിന്നെ അങ്ങോട്ട് വണ്ടിയിൽ മൗനം തളം കെട്ടി. വീട്ടിലേക്ക് ചെന്നതും അമ്മ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. അച്ഛൻ കുറച്ചു നേരം ഒന്നും സംസാരിക്കാതെ കാറിൽ തന്നെ ഇരുന്നു. അവസാനം മൗനത്തിന് വിരാമം ഇട്ടുകൊണ്ട് ഞാൻ വിളിച്ചു, അച്ഛാ, എൻ്റെ തീരുമാനം തെറ്റാണെന്ന് അച്ഛന് തോന്നിയേക്കാം. പക്ഷെ കുട്ടിക്കാലം മുതലേ മനസ്സിൽ പടർന്നു പന്തലിച്ചൊരിഷ്ടമായിരുന്നു അത്. ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ, ഒരു അസുഖം മനസ്സിനെ ബാധിച്ചു എന്ന പേരിൽ ആ ഇഷ്ടം നഷ്ടപ്പെടുത്തി കളയാൻ എനിക്ക് കഴിയുന്നില്ല. അച്ഛനും അമ്മയ്ക്കും വിഷമാകുമെന്ന് കരുതി ഒരു രാത്രി മുഴുവൻ ഞാൻ ശ്രമിച്ചു നോക്കി മറക്കാൻ പറ്റുന്നില്ല. കൂടുതൽ മിഴിവോടെ മനസ്സിൽ തെളിയുന്നതല്ലാതെ ഒരിക്കലും പറ്റുന്നില്ല. പക്ഷെ ഒരിക്കൽ പോലും എന്നെ തിരിച്ച് സ്നേഹിക്കുമെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വാസമില്ല. പക്ഷെ അപ്പോഴും എന്നെ ഇഷ്ടമായിരുന്നു അച്ഛ, ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അച്ഛൻ കരുതുന്ന പോലെ തന്നെ എൻ്റെ ജീവിതം നശിച്ചു പോകരുതെന്ന് കരുതിയാണ് മാറാൻ ശ്രമിക്കുന്നത്. മോളെ, ഏതച്ഛനും അവരുടെ മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാനാണ് ആഗ്രഹിക്കുന്നത്, പ്രത്യേകിച്ച് വിവാഹത്തിലൂടെ. അപ്പുവിനെ പോലൊരാളുടെ കയ്യിൽ നിന്ന് നിന്നെ ഏൽപ്പിക്കുന്നത് എനിക്ക് സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത് പണ്ടായിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പോൾ അവൻ്റെ അവസ്ഥകളൊക്കെ പ്രതികൂലമാണ് മോനെ. അവൻ്റെ മനസ്സിൻ്റെ കടിഞ്ഞാൺ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ ഒരുവൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് നിന്നെ കൈപിടിച്ച് നടത്തുന്നത്? അതുകൊണ്ട് മോളുടെ മനസ്സിൽ തോന്നിയ ഇഷ്ടം മോള് മറന്നേക്ക്. അച്ഛൻ നിനക്ക് മറ്റൊരു വിവാഹം നോക്കാൻ പോവാണ്. അച്ഛനത് പറഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയിരുന്നു. അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ പോലും എനിക്ക് സങ്കടം ഉണ്ടാവില്ല. പക്ഷെ അച്ഛൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു. അത്ര കാലം ഞാൻ കൂട്ടിവെച്ച സ്വപ്നങ്ങളെല്ലാം നശിക്കാൻ മാത്രം ശക്തി ആ വാക്കുകൾക്കുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒന്നും മിണ്ടാതെ മുറിക്കകത്തേക്ക് ഞാൻ കയറിപ്പോയി. മധുവില്ലാത്ത മുറി നൽകിയ ഏകാന്തത ചെറുതായിരുന്നില്ല. മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. പ്രണയം കൊണ്ട് മുറിവേൽക്കുകയും ഒരാശ്വാസം എന്നതുപോലെയാണ് മ്യൂസിക് പ്ലെയർ ഓണാക്കിയത്. അതിൽ നിന്ന് കേട്ട ഗാനം വീണ്ടും എന്നെ വേദനിപ്പിക്കുന്നത് തന്നെ. അതെ, ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. മനസ്സ് പിടിവലി നടത്തുകയാണ്. ഒരിക്കലും തൻ്റെ ഇഷ്ടം സാധ്യമാകാൻ പോകുന്നില്ല. ഒരു നഷ്ടപ്രണയകഥയിലെ നായികയായി വിധി തന്നെ ചിത്രീകരിക്കാൻ പോകുന്നു. മനസ്സൊരാൾക്ക് കൊടുത്ത് ശരീരം മറ്റൊരാൾക്ക് പങ്കിടാൻ തനിക്ക് സാധിക്കില്ല. അപ്പൂട്ടിനെ മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാനും കഴിയില്ല. ജീവൻ്റെ ജീവനായി സ്നേഹിച്ചവൻ നൽകിയ അവഗണന ചെറുതല്ല. മനസ്സിനെ നീറ്റുന്നത്. ആർക്കു വേണ്ടിയാണ് ഇനി ജീവിക്കുന്നത്? ജന്മം നൽകിയവർ മനസ്സിലാക്കുന്നില്ല. പ്രാണൻ പറിച്ച് നൽകി സ്നേഹിച്ചവൻ മനസ്സിലാക്കുന്നില്ല. അമ്മയുടെ ശാപവാക്കുകൾ ഇപ്പോഴും മനസ്സിനെ നിൽക്കുകയാണ്. ഇതിലും നല്ലത് നീ മരിച്ചു പോകുന്നതായിരുന്നു അത്രേ. അതെ, അതുതന്നെയാണ് നല്ലത്. അല്ലെങ്കിലും ഇപ്പോൾ തന്നെ ആർക്കും വേണ്ടല്ലോ. തൻ്റെ ഒരൊറ്റ വെളിപ്പെടുത്തൽ കൊണ്ട് താൻ ആദ്യമായി ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. താൻ ആർക്കു വേണ്ടിയാണോ അത് പറഞ്ഞത്, അവൻ പോലും തന്നോടൊപ്പമില്ല. അവനും തന്നെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുന്നു. ആൾക്ക് വേണ്ടി എല്ലാവരോടും പൊരുതാൻ കഴിയുമെന്ന് പക്ഷേ ആൾക്ക് തന്നെ വേണ്ട. തന്നെ വേണ്ടെന്ന് തീർത്തു പറഞ്ഞിരിക്കുന്നു. ഇനി തൻ്റെ ജീവിതം ആർക്കു വേണ്ടിയാണ്? ചിന്തകൾ മനസ്സിനെ പല തലങ്ങളിലെത്തിച്ചു. പെട്ടെന്നൊരു ഉൾപ്രേരണയാൽ ബാത്റൂമിലേക്ക് പോയി. അവിടെ നിന്നും കയ്യെത്തിച്ചൊരു ബ്ലേഡ് എടുത്തു. പൈപ്പ് തുറന്ന് കൈയുടെ ഞരമ്പിലേക്ക് വെള്ളം ഒഴിച്ചു. ശേഷം ബ്ലേഡ് കൊണ്ടൊന്ന് പൂറി. വേദന ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ പോലും ബോധം മറയുന്ന അർത്ഥബോധ അവസ്ഥയിലും അപ്പുവിൻ്റെ ചിരി മാത്രം മനസ്സിൽ മായാതെ കിടന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.